കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടാങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു ഹിമാലയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടാങ്കും മൾഗാർഡും ഒരു പ്രത്യേക ഒരു കളർ പേര് എങ്ങനെയായിരുന്നടാ? പിഗ്മെൻറ്റിൻ്റെ ഒരു പെയിൻ്റാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കത് സെറ്റ് ചെയ്ത് നോക്കാം. ബാക്കിയൊന്നും അടിച്ചിട്ടില്ല. ടാങ്കിൻ്റെ കളറും മൾഗാർഡിൻ്റെ കളറും മാറ്റിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ടാങ്ക്. ടാങ്ക് വെക്കണം കേട്ടോ. ആദ്യമായിട്ടായിരിക്കും ഒരു ഹിമാലയയിൽ ഇതേപോലെ ഒരു കളർ കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് ഫ്രണ്ടിൽ പച്ച തന്നെയാണ് ചേട്ടൻ അടിച്ചിരിക്കുന്നത് തോന്നുന്നു. പച്ച തന്നെ കാണിക്കുന്നത്, പക്ഷെ ബാക്കിലേക്ക് ബ്ലൂ വരുന്നുണ്ട്. നോക്കട്ടെ, ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡിലും ബ്ലൂ തന്നെയാണല്ലോ കാണിക്കുന്നത്. ടാങ്ക് വെക്കണം കേട്ടോ. ഇൻഡിക്കേഷൻസിൻ്റെ കുറച്ച് ഇത് വയർസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെച്ചു കേട്ടോ, ടാങ്ക് വെച്ചു. ഇനിയിപ്പോൾ മൾഗാർഡ് വെക്കാനുള്ളൂ. ഇപ്പോൾ ടൈറ്റ് ചെയ്യാനുണ്ട്. കറക്റ്റ് അല്ലേ? ടെസ്റ്റിന് കൊണ്ടില്ല അത്ര ഇത് രജിസ്ട്രേഷൻ ചേർത്തരാം. മാറ്റിനെ പറഞ്ഞാൽ മതി, മാറ്റിത്തരാം. അതേപോലെ നമ്മുടെ മൾഗാർഡും വെക്കുന്നു കേട്ടോ. മൾഗാർഡ് സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക കളർ തന്നെ കേട്ടോ. ഗ്രീനും വരുന്നുണ്ട്, നമുക്ക് അതേപോലെ തന്നെ ഇവിടെയും ഗ്രീൻ വരുന്നുണ്ട്. പക്ഷേ ഈ ബാക്കിലേക്ക് ഒരു ബ്ലൂ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു എത്ര രൂപ? ഒരു 5000 രൂപ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രണ്ട് പെയിൻറ്റ് ചെയ്യുന്നതിന്. ഈ ഒരു പെയിൻറ്റിന് എന്താ പേര് പറഞ്ഞാൽ നമ്മൾ പിഗ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കളറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹിമാലയ അതേപോലെ ഏത് വണ്ടി അടിക്കുന്നെങ്കിലും നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നതായിരിക്കും അല്ലേ? അപ്പോൾ ആ നമ്പറിലേക്ക് വരുവാണെങ്കിൽ നൈസായിട്ട് നമുക്ക് ഈ ഒരു കളർ അടിക്കാവുന്നതാണ്. ഹിമാലയ ആ വണ്ടിയാണ്.